ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഫിറ്റ്നസ് കൊടുത്തില്ല, ഇപ്രാവശ്യം ഫിറ്റ്നസ് കൊടുത്തില്ല. അവരത് പൊളിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പഞ്ചായത്ത് അറിഞ്ഞില്ല. എസ്എമ്മിന്റെ ഇടയ്ക്ക് ഇപ്പം അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് നൽകിയിട്ടില്ലായിരുന്നിട്ടും ഇവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം പഞ്ചായത്തിന് അറിയില്ല. ഇവിടെ വന്നപ്പോ കുട്ടികൾ പറഞ്ഞതാണ് അറിയുന്നത്. ഇവിടെ 1.5 മാസം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പുതിയ കെട്ടിടം ഇവിടെ പണി പൂർത്തിയായിരിച്ചു. അത് കോസ്റ്റ് ഡെവലപ്മെന്റ് MDയിൽ നിന്ന് നമുക്ക് ഇതുവരെ കൈമാറി തന്നിട്ടില്ല കെട്ടിടം. അതിന് കൈമാറി തന്ന് നമ്മുടെ കളക്ടറൊക്കെ അറിയിച്ചാണ് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കിട്ടിയില്ലെന്നും പുതിയ കെട്ടിടത്തിലേക്ക് പിള്ളേരെ മാറ്റേണ്ടതുണ്ടെന്നും അത് അടിയന്തരമായിട്ട് അവിടെ വയറിങ് ചെയ്ത് ഇത് കെട്ടിടം കൈമാറി തരണമെന്നും പറഞ്ഞ് കളക്ടർക്ക് ഇവിടുന്ന് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. എന്തായിരുന്നു അപ്പോൾ അവിടുന്ന് വന്നിരുന്ന ഒരു മറുപടി? എന്തോ മറുപടി കിട്ടിയിട്ടില്ല. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടായത്. ഞായറാഴ്ച ആയതിനാൽ തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തം തന്നെ ഇല്ലാതായത്. എന്നിട്ട് പ്രിൻസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, അതായത് ഇവിടെ മക്കൾ പഠിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബെഞ്ചും ഡെസ്കും ഒക്കെ ഇവിടുന്ന് മാറ്റിയതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.